ആ ആക്ഷേപം ആരോപണമായിട്ട് അവർക്ക് ഉന്നയിക്കാം. പക്ഷേ എനിക്ക് KPCC പ്രസിഡൻ്റല്ല എന്നെ വിളിക്കും. ഇതുവരെ KPCC പ്രസിഡൻറ്റുമായിട്ട് ഞാൻ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ആണ് തമ്മിൽ നേതാക്കന്മാർ ആരുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മത്സരിക്കെങ്കിൽ UDF വരുമെന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണ വാക്കാണ്. ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം പറഞ്ഞത്, മാഷക്ക് അവസരങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട്, സ്ഥാനമാനങ്ങൾ ഒരുപാട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ആഗ്രഹിക്കുന്നതിലൊരു അർത്ഥമുണ്ടോ എന്ന തരത്തിലുള്ളൊരു ചോദ്യങ്ങൾ കൂടി നേതാക്കന്മാർ ഉന്നയിക്കുന്നുണ്ട്. അത് നല്ല ചോദ്യമാണ്. അവർ പറഞ്ഞ എന്താണ്, എന്നെ പോലത്തെ ഒരു സീനിയർ നേതാവിന് ജില്ലയിൽ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരാൾക്ക് എനിക്ക് തന്ന പദവി എന്താണെന്ന് നിങ്ങളൊന്ന് വ്യക്തമാക്കണം. ഒരു വ്യക്തമാക്കട്ടെ. നിങ്ങൾ പലരും വലിയ വലിയ സ്ഥാനങ്ങളും MLA MP മന്ത്രിയും ഒക്കെ ആയിട്ടുണ്ടല്ലോ. എനിക്ക് നിങ്ങൾ തന്നു എന്ന് പറയുന്നത് എന്താ? ഒന്ന്, ഇവിടുത്തെ എന്താ പറയുക, ക്ലേ സെൻസറാംസിൻ്റെ ചെയർമാൻ, പരിയാരം മെഡിക്കൽ കോളേജ്, കാർഷിക ബാങ്ക്, ഇതാണ് എനിക്ക് തന്ന സ്ഥാനം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആവാൻ പാർട്ടിയിൽ ഇത്രയും സീനിയോറിറ്റി നേതാവ് വേണോ? അതൊരു ലോക്കൽ കമ്മിറ്റി മെമ്പർക്കോ ഒരു ഏരിയ കമ്മിറ്റി മെമ്പർക്കോ ആവാവുന്നതാണ്. ഇപ്പോൾ തന്നെ കണ്ണൂർ ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആരാ? ഞാൻ കണ്ണൂർ ബാങ്കിൻ്റെ കാർഷിക ബാങ്കിൻ്റെ പ്രസിഡൻ്റ്. കണ്ണൂർ ബാങ്കിൻ്റെ കാർഷിക പ്രസിഡൻ്റ് ആരാ? ഒരു ഏരിയ കമ്മിറ്റി മെമ്പർ മാത്രമാണ്. LV ഇപ്പോൾ ഏരിയ കമ്മിറ്റിൻ്റെ അറിയില്ല, LV മുഹമ്മദ്. ഇതുപോലെ എവിടെ നോക്കിയാലും നമുക്കറിയാം ഇത്ര കാര്യങ്ങളുണ്ടെങ്കിൽ ഇത്ര ഉയർന്നൊരു നേതാവിൻ്റെ ആവശ്യമൊന്നുമില്ല. നേതാവിന് കൊടുക്കേണ്ട സ്ഥാനവും അല്ല അത്. പിന്നെന്താ തന്നെന്ന് പറയുന്നത്, പിന്നെ ക്ലേ സെൻസറാംസ് തന്നത് എന്താ സ്ഥാപനത്തിൻ്റെ അവസ്ഥ? ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ പണിയില്ല. ഞാൻ എൻ്റെ ചുമതല എടുക്കാൻ മടിച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ പൂട്ടിക്കിടക്കുക, തൊഴിലാളികൾക്ക് പണിയില്ല, ആകെ നിരാശ ആയിട്ട് കിടക്കുക. അത്രയും സ്ഥാപനത്തിലാണ് എന്നെ ചെയർമാനായിട്ട് നിശ്ചയിച്ചത്. ഇവർ തന്ന വലിയ സ്ഥാനം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എന്തായാലും ആ സ്ഥാനത്ത് വഹിക്കാൻ ആവില്ല എന്ന് പറഞ്ഞ് കുറേ നിന്നപ്പോൾ MP ചേരാൻ വിളിച്ചിട്ട് പറഞ്ഞു, പക്ഷേ ഇങ്ങനെ എല്ലാ കാര്യവും നിഷേധിക്കുന്നത് ശരിയല്ല. MP ചേരാൻ പറയുമ്പോൾ ഒരു മാന്യത ആ രീതിയിലേ പറയുള്ളൂ. എന്നോട് പറഞ്ഞു, പക്ഷേ അതെല്ലാം നിഷേധിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാനും ഈ PRN ഒന്നിച്ച് ഏരിയ സെക്രട്ടറി പറയാതെ അങ്ങനെ ഒരു ബന്ധവും ഞങ്ങളുണ്ട്. അതുകൊണ്ട് അയാളെ വിളിച്ച് എന്നോട് പറഞ്ഞു എന്തായാലും ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ഓ ശരി, ഞാൻ ഏറ്റെടുത്തു. ഈ പറഞ്ഞ 2 ദിവസം പോലും ജോലിയ സ്ഥാപന ആകെ നഷ്ടം. ഇന്ന സ്ഥാപനം കേരളത്തിലെ ഏറ്റവും ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്, പൊതുമേഖലാ സ്ഥാപനം. ഞാനാണ് ആ സ്ഥാപനത്തെ വളർത്തിയത്. MP എല്ലാവരും പരിശോധിച്ച് നോക്കട്ടെ. TV രാജേഷ് ഞാൻ വളർത്തി ആ സ്ഥാപനത്തിൻ്റെ മേലെയാണ്, ഞാൻ വളർത്തിയതിൻ്റെ മേലെയാണ് TV രാജേഷ് ഇരുന്നിന്. അവിടുത്തെ കോക്കനട്ട് ഹോം, പിന്നെ കമ്പ്യൂട്ടർ, അവിടുത്തെ പിന്നെ ഈ പെട്രോൾ പമ്പ് സമ്പ്രദായം, പയങ്ങാടി, പിന്നെ ചകരി, പിന്നെ ഇതെല്ലാം, അതുപോലെ തന്നെ ഫാഷൻ ഫുഡ്, ഇതെല്ലാം തുടങ്ങി. ഇതിൽ പണിയായി. വിട്ടുപോയ തൊഴിലാളികൾ തിരിച്ചു വന്നു. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ശമ്പള പരിഷ്കരണം നടപ്പാക്കിയേ പോകുള്ളൂ. ആ തൊഴിലാളികൾ നന്നായി സഹകരിച്ചു. ശമ്പള പരിഷ്കരണം ചേരാൻ മന്ത്രിയായിരിക്കുന്നിടത്ത് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ട് അതിനോട് തോന്നി. ഇപ്പം നടപ്പിലാക്കിയ രാജേഷാണ്. ഇതിനകത്ത് മറ്റൊരു ചോദ്യം വരുന്നത്, KPCC പ്രസിഡൻ്റായിട്ട് അല്ലെങ്കിൽ UDF നേതൃത്വമായിട്ട് നിങ്ങൾ നേരത്തെ ആലോചന നടത്തി, എന്നിട്ടിപ്പോൾ പാർട്ടിക്കെതിരെ നീങ്ങുന്നു എന്നുള്ള ആക്ഷേപം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ആ ആക്ഷേപം ആരോപണമായിട്ട് അവർക്ക് ഉന്നയിക്കാം. പക്ഷേ എനിക്ക് KPCC പ്രസിഡൻ്റല്ല എന്നെ വിളിക്കും. ഇതുവരെ KPCC പ്രസിഡൻറ്റുമായിട്ട് ഞാൻ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. ആണ് തമ്മിൽ UDF നേതാക്കന്മാർ ആരുമായിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ചില ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മത്സരിക്കെങ്കിൽ UDF വരുമെന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണ വാക്കാണ്. പക്ഷേ ഞാൻ ഈ തീരുമാനം എടുത്തപ്പോൾ ചില ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്, മാഷയിൽ ഉറച്ചു വെക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിക്കാൻ കാരണം എന്നെ നല്ല പരിചയമുള്ള ആളുകളാണ്. സണ്ണി ജോസഫ് ആയാലും അത് വേണുഗോപാലനായാലും ഒക്കെ. അപ്പോൾ അവരെ വിളിച്ചിട്ടുണ്ട്, മാഷി പറഞ്ഞാൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് KPCC പ്രസിഡന്റും AICC ജനറൽ സെക്രട്ടറി ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതെ, അവർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ മഴയിൽ ഉറച്ചു നിൽക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ, അതായത് ഈ തെറ്റായ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ള ഈ തീരുമാനത്തിനെതിരെ
ഞാൻ പാർട്ടിക്കകത്തെല്ലാം പറഞ്ഞ് പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ഈ ജയരാജനും രാകേഷിനും നല്ല ബോധ്യമുണ്ടാവും അത്. കാരണം സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിട്ടില്ല. ജില്ലാ കമ്മിറ്റിയിൽ ഭൂരിപക്ഷാളും രൂക്ഷമായ ചർച്ച നടത്തി. മണ്ഡലം കമ്മിറ്റിയിൽ 3 പേര് വെച്ച് ബാക്കി എല്ലാവരും എതിർത്തു. ലോക്കൽ കമ്മിറ്റി ആകെ നോക്കുമ്പോൾ എല്ലാവരും രൂക്ഷമായ ചർച്ച. ലോക്കൽ കമ്മിറ്റി നടത്താൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല ലീഗിൽ. അപ്പോൾ ഇത്രയും വലിയ ചർച്ച എന്ന് പറഞ്ഞാൽ പാർട്ടിയിലാകെ ഇത്തിരി ചർച്ച വന്നാൽ പാർട്ടി ജനാധിപത്യം എന്താ? ഉൾപ്പെടെ ജനാധിപത്യം ആ ചർച്ച പരിഗണിക്കലാണ്. ഈ പാർട്ടി അത് പരിഗണിച്ചോ? അതിന് പകരം എന്ത് ചെയ്തു? അടിച്ചേൽപ്പിച്ചു. ഇത് ജനാധിപത്യത്തെ കൊല്ലുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. പാർട്ടിക്കകത്ത് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ? പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യനെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം വെച്ച് കാരണം അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ എന്ത് വേണം? മാറ്റത്തെക്കുറിച്ച് ആലോചിക്കണ്ടേ? അപ്പോൾ ആർക്കാണ് ഈ പാർലമെൻറ്റ് വ്യാമോഹം? ഇത് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാട് തന്നെ ഞാൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് വിളിച്ചു നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു ആലോചനയും ഞങ്ങൾ മുമ്പ് നടത്തിയിട്ടല്ല ഈ കാര്യങ്ങളിലും ഞാൻ ഈ തീരുമാനത്തെത്തിയിട്ടുള്ളത്. ഉറച്ചു നിൽക്കുന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഞാനിങ്ങനെ ഉറച്ചു നിൽക്കുമ്പം UDF പിന്തുണ തന്നാൽ ഞാൻ ആ പിന്തുണ സ്വീകരിക്കും. അത് ഇന്നലത്തെ വാർത്താ സമ്മേളനം കഴിഞ്ഞിട്ടാണോ ഇവർ ബന്ധപ്പെട്ടത്? അല്ല, വാർത്താ സമ്മേളനത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. UDF പിന്തുണ തന്നാൽ ഞാൻ ആ പിന്തുണ സ്വീകരിക്കും. മറ്റേതെങ്കിലും പാർട്ടിക്കാർ അല്ല ഏതെങ്കിലും രീതിയിലുള്ള സംഘടനകൾ പിന്തുണ തന്നാൽ അതും സ്വീകരിക്കും. പക്ഷെ ഒരാളടുത്ത് മാത്രം വാങ്ങില്ല. അത് വർഗീയ സെക്രട്ടറി, BJP, മറ്റേ ജമാഅത്തെ ഇസ്ലാമി, ഇത് വേണ്ട. മറ്റേ ആര് പിന്തുണ തന്നാലും സ്വീകരിക്കും.